ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. അമ്മ കേൾക്കുമ്പോൾ സ്നേഹവും കരുണയും വാത്സല്യവും നിറഞ്ഞ സുന്ദരനാമം. നമുക്കോരോരുത്തർക്കും ഓരോ അമ്മയുണ്ട്. നമ്മൾ വഴക്ക് പറഞ്ഞാലും പിണങ്ങിയാലും ദേഷ്യപ്പെട്ടാലും ഒരാവശ്യം വരുമ്പോൾ ഓടിയെത്തുന്നത് അമ്മയുടെ പക്കലേക്കാണ്. വീടിനെ വീടാക്കുന്നത്, ഭവനത്തിനെ വിളക്കാക്കുന്നത് അമ്മയാണ്. ഇതുപോലൊരമ്മ നമുക്ക് സ്വർഗത്തിലുമുണ്ട്, പരിശുദ്ധ കന്യാമറിയം. നമുക്ക് വേണ്ടി ഈശോയുടെ മാധ്യസ്ഥം വഹിക്കുവാനായി ഈശോ തന്ന ഒരമ്മ, അതാണ് നമ്മുടെ അമ്മ. എത്രയും ദയുള്ള മാതാവേ എന്ന പ്രാർത്ഥന നമ്മൾ ദിവസവും പല പ്രാവശ്യം ഉരുവിടാറുണ്ട്. ആ പ്രാർത്ഥനയിൽ ഇങ്ങനെ പ്രാർത്ഥിക്കുന്നുണ്ട്: മറിയമേ, നിൻ്റെ സഹായം അപേക്ഷിച്ചവരെ ഒരുവനെ പോലും നീ ഉപേക്ഷിച്ചതായി കേട്ടിട്ടില്ല എന്ന്. വിശ്വാസത്തിൽ തളരുന്ന നിമിഷങ്ങളിൽ, ഉറക്കം നഷ്ടപ്പെടുന്ന അവസരങ്ങളിൽ നമ്മളെ കാത്തിരിക്കുന്ന ഒരാളുണ്ട്. അത് മറ്റാരുമല്ല, നമ്മുടെ പരിശുദ്ധ അമ്മ തന്നെയാണ്. ആയതിനാൽ നമ്മൾ ആവർത്തിച്ച് ചൊല്ലി പ്രാർത്ഥിക്കേണ്ട പ്രാർത്ഥനകളാണ് എത്രയും ദയുള്ള മാതാവേ എന്ന ജപവും ജപമാല പ്രാർത്ഥനയും. മാതാവ് അപേക്ഷിച്ചാൽ ഒരിക്കലും ദൈവം കൈവിടുകയില്ല. കാരണം ഈശോയുടെ പ്രിയങ്കരിയാണ് പരിശുദ്ധ അമ്മ. ബൈബിളിലെ കാനായിലെ കല്യാണം അമ്മയുടെ മാധ്യസ്ഥത്തിന് മികച്ച ഉദാഹരണമാണ്. വീഞ്ഞു തീർന്നത് ആരും മനസ്സിലാക്കിയില്ല, പക്ഷേ നമ്മുടെ അമ്മ അതറിഞ്ഞു. അവർക്ക് വീഞ്ഞില്ല എന്ന് ഈശോയോട് പറഞ്ഞു. ഈ വാക്കുകൾ അമ്മയുടെ കരുതലും സ്നേഹവുമാണ് കാണിക്കുന്നത്. ഇന്നും പരിശുദ്ധ അമ്മ ഈശോയുടെ പക്കൽ മാധ്യസ്ഥം നമ്മൾക്ക് വേണ്ടി തേടുന്നുണ്ട്. ജീവിതത്തിൻ്റെ ബുദ്ധിമുട്ടുകളിലും പ്രയാസങ്ങളിലും നമ്മെ കൈപിടിച്ച് നിർത്തുന്ന മാതാവിൻ്റെ സ്നേഹം അനുഭവിക്കാത്തവരായി ആരുണ്ട്? അപേക്ഷിച്ചാൽ ഉപേക്ഷിക്കാത്ത അമ്മേ, ഞങ്ങൾക്ക് വേണ്ടി, ഞങ്ങളുടെ കുടുംബത്തിനു വേണ്ടി, സഭയ്ക്ക് വേണ്ടി, ലോകത്തിൽ സമാധാനവും ശാന്തിയും വിശ്വാസവും നിറയുന്നതിനു വേണ്ടി ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ, ഇപ്പോഴും എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും.